കേരളത്തിലെ ഒരു എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റായ ആരിഫ് ഹുസൈൻ തെരുവത്ത് ലണ്ടനിലെ പ്രശസ്തമായ സ്പീക്കേഴ്സ് കോർണർ സന്ദർശിച്ചതും അവിടെ വെച്ച് നടന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണിപ്പോൾ. ഒരു അത്തീസ്റ്റ് എന്ന നിലയിൽ ആരിഫ് ഹുസൈനെ ആരും എതിർക്കുന്നില്ല. എന്നാൽ ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ അദ്ദേഹം നടത്തുന്നവയിൽ കൂടുതലും വ്യക്തിഹത്യകളും സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കലുമാണ് എന്ന് പൊതുവെ ആക്ഷേപമുണ്ട്. ഇതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ. വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളവർ പരസ്യമായി സംവാദം നടത്തുന്ന ലണ്ടനിലെ ഹൈഡ് പാർക്കിലുള്ള സ്ഥലമാണ് സ്പീക്കേഴ്സ് കോർണർ. ആരിഫ് ഹുസൈൻ അവിടെ എത്തി ഇസ്ലാമിനെതിരെയുള്ള തന്റെ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പ്രഭാഷകരും പ്രവാസികളായ മലയാളികളും അതിനോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. ലണ്ടനിലെ ഇസ്ലാമിക് സ്കോളേഴ്സ് ഹുസൈൻ ഉന്നയിച്ച വിമർശനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതുമായ വ്യാജ ആരോപണങ്ങൾ മാത്രമാണെന്ന് മറുപടി നൽകി. ഇസ്ലാമിക ചരിത്രത്തെയും പ്രമാണങ്ങളെയും തെറ്റായി വ്യാഖ്യാനിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും അതിന് കൃത്യമായ മറുപടികൾ നൽകി അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും ഇസ്ലാമിക യൂട്യൂബ് ചാനലുകളും പ്രഭാഷകരും അവകാശപ്പെടുകയും ചെയ്തു. ആരിഫ് ഹുസൈന് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പോലും നൽകാൻ കഴിഞ്ഞില്ലെന്നതും പ്രസക്തമാണ്. ലണ്ടൻ സ്പീക്കേഴ്സ് കോർണറിലെ ഈ സംവാദം സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. ആരിഫ് ഹുസൈന്റെ വാദങ്ങളെ കൃത്യമായി പൊളിച്ചടുക്കിയെന്ന് ഇസ്ലാമിക പക്ഷം അവകാശപ്പെടുകയും ചെയ്തു. സംവാദത്തിനിടയിൽ സ്വന്തം മകളെ പിതാവിന് വിവാഹം കഴിക്കാം എന്ന് ഇസ്ലാമിലുണ്ട് എന്ന തരത്തിൽ ഒരു പരാമർശം ആരിഫ് ഹുസൈൻ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രഭാഷകർ ഇതിനെ ശക്തമായി എതിർക്കുകയും ഖുർആൻ പ്രകാരം സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായും നിഷിദ്ധമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. പൊതുവേദിയിൽ വെച്ച് തെറ്റായ കാര്യം പറഞ്ഞ ആരിഫ് ഹുസൈന് അവിടെയുള്ളവർക്ക് മുന്നിൽ വെച്ച് തന്റെ വാദം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സംവാദത്തിനിടയിലെ ബഹളം കാരണം കൃത്യമായ റഫറൻസ് പെട്ടെന്ന് എടുക്കാൻ കഴിയാത്തതിനാൽ തന്റെ വാദം അവിടെ പൂർണ്ണമായി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഹുസൈൻ നൽകിയ വിശദീകരണം. എന്താണ് ഇതിലെ വസ്തുത? സ്വന്തം മകളെ പിതാവിന് വിവാഹം കഴിക്കാമെന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ കാര്യമാണ്. ലണ്ടനിലെ സംവാദത്തിൽ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ഈ വാദം തെറ്റാണെന്ന് മറുപക്ഷം കൃത്യമായി സ്ഥാപിക്കുകയും എന്നാൽ മറുവാദത്തിന് തെളിവ് നൽകാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും ചെയ്തു. താൻ ഉദ്ദേശിച്ച വിഷയം മറ്റൊന്നായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ സംവാദത്തിൽ അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആരിഫ് ഹുസൈൻ തെരുവത്ത് ഉൾപ്പെടെയുള്ള എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുകൾക്കെതിരെ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇവർ സയനിസ്റ്റ് അജണ്ടകളുടെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ആരിഫ് ഹുസൈനെ പോലുള്ളവർ യുക്തിവാദത്തിന്റെയോ എക്സ് മുസ്ലിം ആശയങ്ങളുടെയോ പേരിൽ ചെയ്യുന്നത് കേവല യുക്തി വിചാരമല്ല, മറിച്ച് മുസ്ലിം വിരുദ്ധത സമൂഹത്തിൽ പടർത്തുകയാണെന്ന് ഇവർ ആരോപിക്കുന്നു. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഇവരുടെ പ്രസംഗങ്ങൾ കാരണമാകുന്നുണ്ടെന്നാണ് വിമർശനം. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങൾ വരുമ്പോൾ ആരിഫ് ഹുസൈൻ പലപ്പോഴും ഇസ്രായേൽ അനുകൂല നിലപാടുകളോ അല്ലെങ്കിൽ പലസ്തീൻ ചെറുത്തുനിൽപ്പുകളെ പൂർണ്ണമായി തീവ്രവാദമായി ചിത്രീകരിക്കുന്ന നിലപാടുകളോ സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സയനിസ്റ്റ് അനുകൂല പ്രൊപ്പഗണ്ടകൾ ഇവർ ഏറ്റുപിടിക്കുന്നത് മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയാണെന്നും ഇവർ വാദിക്കുന്നു. ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന അതേ വാദങ്ങൾ തന്നെയാണ് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുകളും ഉപയോഗിക്കുന്നതെന്ന് ഇതുവഴി മുസ്ലിം ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും വിമർശകർ വ്യക്തമാക്കുന്നു. മതങ്ങളിലെ അന്ധവിശ്വാസങ്ങളെയും അശാസ്ത്രീയതകളെയും വിമർശിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ആരിഫ് ഹുസൈന്റെ മറുവാദം. മൗലികവാദത്തെയും തീവ്രവാദ ചിന്താഗതികളെയും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മുസ്ലിം വിരുദ്ധതയായി ചിത്രീകരിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്
ഇവർ വാദിക്കുന്നു. എന്നാൽ ആരിഫ് ഹുസൈന്റെ ആശയ പ്രചാരണങ്ങൾ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പ് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ടെന്നും ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങളിലടക്കം ഇദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകൾ സയനിസ്റ്റ് ചിന്താഗതികളോട് ചേർത്ത് വെക്കാവുന്നതാണെന്നും ഉള്ള ശക്തമായ അഭിപ്രായവും വിമർശനവും കേരളത്തിലെ മുസ്ലിം സമുദായത്തിലും പൊതുസമൂഹത്തിലെ ഒരു വിഭാഗത്തിനും നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തൊക്കെയാണ് ആരിഫ് ഹുസൈന്റെ പ്രധാന വാദങ്ങൾ? ഇസ്ലാമിന്റെ പ്രാരംഭ ചരിത്രവും ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ചരിത്രപരമായ വിയോജിപ്പുകൾ ഉണ്ടെന്നാണ് ഒരു വാദം. പരമ്പരാഗത ഇസ്ലാമിക നിയമങ്ങളിലെ ചില വശങ്ങൾ ആധുനിക മനുഷ്യാവകാശ സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന വിമർശനങ്ങളാണ് മറ്റൊന്ന്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണെന്നും ഇസ്ലാമിക പ്രമാണങ്ങളെ ആഴത്തിൽ പഠിക്കാതെ ഉപരിപ്ലവമായി വ്യാഖ്യാനിക്കുന്നതാണെന്നും പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നു. ചരിത്രപരമായ വസ്തുതകളെ അദ്ദേഹം സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള വലിയ ആക്ഷേപം. പീക്കേഴ്സ് കോർണറിലെ പ്രമുഖ ഇസ്ലാമിക പ്രഭാഷകരും ആക്ടിവിസ്റ്റുകളും ആരിഫ് ഹുസൈനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കൂടാതെ ആരിഫ് ഹുസൈൻ പ്രശസ്തിക്കും സോഷ്യൽ മീഡിയ വ്യൂസിനും വേണ്ടിയാണ് ഇത്തരം കടുത്ത വാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അവിടെയുള്ള ചില ആക്ടിവിസ്റ്റുകളും ആരോപിക്കുന്നു. ആരിഫ് ഹുസൈന്റെ വാദങ്ങൾ ബോധപൂർവം വിശ്വാസികളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ആരിഫ് ഹുസൈന്റെ വാദങ്ങൾ ഒരു വശത്ത് ഇസ്ലാമിക വിമർശകർ വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് ഇസ്ലാമിക് ആക്ടിവിസ്റ്റുകൾ അതിനെ ചരിത്രവിരുദ്ധവും പ്രകോപനപരവുമായിട്ടാണ് കാണുന്നത്. ഇസ്ലാം മാനവികതയ്ക്ക് എതിരാണോ എന്ന ചോദ്യം ദശാബ്ദങ്ങളായി ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള ഒന്നാണ്. ആരിഫ് ഹുസൈനെ പോലുള്ള മതവിമർശകർ ഇസ്ലാം മാനവിക വിരുദ്ധമാണെന്ന് വാദിക്കുമ്പോൾ ഇസ്ലാമിക പണ്ഡിതരും അനുയായികളും അതിനെ ശക്തമായി എതിർക്കുകയും ഇസ്ലാമാണ് യഥാർത്ഥ മാനവികത മുന്നോട്ട് വെക്കുന്നതെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പുരാതന ഇസ്ലാമിക നിയമങ്ങളും ആധുനിക മനുഷ്യാവകാശ സങ്കല്പങ്ങളും തമ്മിലുള്ള വിയോജിപ്പുകളാണ്. ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോകുന്നവർക്ക് പരമ്പരാഗത ഇസ്ലാമിക നിയമപ്രകാരം കഠിനമായ ശിക്ഷകൾ കൽപ്പിച്ചിട്ടുണ്ടെന്നും ഇത് ആധുനിക മനുഷ്യന്റെ ചിന്താവിശ്വാസ സ്വാതന്ത്ര്യങ്ങൾക്ക് എതിരാണെന്നും ഇവർ വാദിക്കുന്നു. അനന്തരാവകാശം, സാക്ഷി വിസ്താരം, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യാവകാശമല്ല ഇസ്ലാം നൽകുന്നതെന്നും ഇത് ലിംഗസമത്വത്തിന് വിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജിസിയ നികുതി നൽകണമെന്ന പഴയ വ്യവസ്ഥയും ചില ചരിത്രപരമായ യുദ്ധ പരാമർശങ്ങളും മനുഷ്യരെ തുല്യരായി കാണുന്നതിന് തടസ്സമാണെന്ന് ഇവർ വാദിക്കുന്നു. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാരും വിശ്വാസികളും ഈ വിമർശനങ്ങളെ പാടെ തള്ളിക്കളയുന്നു. ഖുർആനിലെ പ്രശസ്തമായ ഒരു വചനം ചൂണ്ടിക്കാണിക്കുന്നത് അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലുന്നത് മാനവരാശിയെ മുഴുവൻ കൊന്നതിന് തുല്യമാണെന്നാണ്. മനുഷ്യജീവന് ഇത്രയേറെ വില നൽകുന്ന മറ്റൊരു ദർശനമില്ലെന്ന് ഇതിലൂടെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമൂഹത്തിലെ പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുക എന്നത് ഇസ്ലാമിൽ നിർബന്ധിത കടമയാണ്. ഇത് സമ്പത്തിന്റെ തുല്യമായ വിതരണത്തിനും മാനവികമായ സഹവർത്തിത്വത്തിനും വഴിയൊരുക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ കറുത്തവന് വെളുത്തവനേക്കാളോ അറബിക്ക് അറബി അല്ലാത്തവനേക്കാളോ യാതൊരു മുൻഗണനയുമില്ലെന്നും മനുഷ്യരെല്ലാം തുല്യരാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആധുനിക മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ നടന്ന വിപ്ലവമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വിമർശകർ ഉന്നയിക്കുന്ന യുദ്ധസംബന്ധിയായ വചനങ്ങളും നിയമങ്ങളും 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രത്യേക യുദ്ധ സാഹചര്യങ്ങളിലെ പ്രായോഗിക സാമൂഹിക വ്യവസ്ഥകളിലോ നിലനിന്നിരുന്നതാണെന്നും അവയെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അതേപടി പറിച്ചു നട്ട് ഇസ്ലാമിനെ വിലയിരുത്തുന്നത് തെറ്റാണെന്നും ഈ പണ്ഡിതർ വിശദീകരിക്കുന്നു. ആധുനിക മതേതര ലിബറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നവർക്ക് മതപരമായ ചില കൽപ്പനകൾ മാനവിക വിരുദ്ധമായി തോന്നാം. എന്നാൽ ദൈവ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക ഘടനയിലൂടെ മാത്രമേ യഥാർത്ഥ നീതിയും കാരുണ്യവും നടപ്പിലാകൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇസ്ലാം തന്നെയാണ് ഏറ്റവും വലിയ മാനവിക ദർശനം. ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നത് മതത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല എന്നാണ്. മതം ഉപേക്ഷിക്കുന്നവർക്ക് പരലോകത്താണ് ശിക്ഷയെന്നും ലൗകികമായ ശിക്ഷ ഖുർആൻ നിഷ്കർഷിക്കുന്നില്ലെന്നും ഈ പണ്ഡിതർ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യകാല ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സമയത്ത് മതം ഉപേക്ഷിക്കുക എന്നത് വെറും ഒരു വ്യക്തിപരമായ വിശ്വാസ മാറ്റമായിരുന്നില്ല, മറിച്ച് ഭരണകൂടത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനവും വഞ്ചനയുമായിരുന്നു. അക്കാലത്ത് യുദ്ധത്തിൽ ശത്രുപക്ഷത്തോട് ചേരുന്നവർക്ക് നൽകിയ രാഷ്ട്രീയ ശിക്ഷയായിരുന്നു അത്, അല്ലാതെ കേവല ചിന്താ സ്വാതന്ത്ര്യത്തിനുള്ള ശിക്ഷയല്ല എന്നാണ് പണ്ഡിതരുടെ വിശദീകരണം. എന്നാൽ അക്കാലത്ത് ഇസ്ലാമിൽ മാത്രമായിരുന്നോ ഇത്തരം നിയമങ്ങൾ എന്ന് നമ്മൾ പരിശോധിച്ചാൽ രാജാവിനെ വധിക്കാൻ ശ്രമിക്കുക, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുക, രാജ്യദ്രോഹം, ഭരണകൂടത്തിനെതിരെ സായുധ കലാപം നടത്തുക എന്നിവ
ചിത്രവധം നൽകാൻ തക്കവണ്ണമുള്ള ഏറ്റവും വലിയ കുറ്റങ്ങളായി പണ്ട് നമ്മുടെ നാട്ടിലും കണക്കാക്കപ്പെട്ടിരുന്നു. സാധാരണ വധശിക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റവാളിയെ ഉടനടി കൊല്ലുന്നതിന് പകരം ദിവസങ്ങളോളം ക്രൂരമായി പീഡിപ്പിച്ച് നരകിപ്പിച്ച് കൊല്ലുന്ന രീതിയായിരുന്നു ചിത്രവധം. മതം മാറ്റത്തെ ക്രിസ്തീയ സഭകൾ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതം മാറുന്നവർക്കും സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ സംസാരിക്കുന്നവർക്കും പഴയ ക്രിസ്ത്യൻ സഭകളും ഭരണകൂടങ്ങളും കഠിനമായ മരണശിക്ഷകൾ വിധിച്ചിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ എന്ന പോലെ ക്രിസ്ത്യൻ ചരിത്രത്തിലും മതവും ഭരണകൂടവും ഒന്നിച്ചു ചേർന്നുപോയ മധ്യകാലഘട്ടങ്ങളിലാണ് ഇത്തരം കടുത്ത നിയമങ്ങൾ വ്യാപകമായി നടപ്പിലാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ചരിത്ര വസ്തുതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. റോമൻ സാമ്രാജ്യവും ജസ്റ്റീനിയൻ നിയമങ്ങളുമാണ് ഒന്നാമത്തേത്. ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മാറിയതിനു ശേഷം മതം ഉപേക്ഷിക്കുന്നതും സഭയുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നതും രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റമായി പ്രഖ്യാപിക്കപ്പെട്ടു. 6-ാം നൂറ്റാണ്ടിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി കൊണ്ടുവന്ന നിയമസംഹിത പ്രകാരം ഇതിന് മരണശിക്ഷയാണ് നൽകിയിരുന്നത്. മധ്യകാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻക്വിസിഷൻ സംവിധാനങ്ങൾ ഇതിന് വ്യക്തമായ തെളിവാണ്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ കണ്ടെത്താനും ശിക്ഷിക്കാനുമായിരുന്നു ഇത് രൂപീകരിച്ചത്. 15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ ജൂതമതത്തിലേക്കോ മാറിയവരെയും രഹസ്യമായി പഴയ മതം ആചരിച്ചവരെയും കണ്ടെത്തി ക്രൂരമായി പീഡിപ്പിക്കുകയും ജീവനോടെ കത്തിച്ചു കൊല്ലുകയും ചെയ്തിരുന്നു. ശാസ്ത്രജ്ഞനായ ജിയോർദാനോ ബ്രൂണോ, ജോവാൻ ഓഫ് ആർക്ക് തുടങ്ങിയവർ സഭയുടെ ഔദ്യോഗിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി നിലകൊണ്ടു എന്ന കുറ്റത്തിന് ജീവനോടെ കത്തിക്കപ്പെടുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലിക്ക് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതും ഈ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു. കത്തോലിക്ക സഭ മാത്രമല്ല, അതിൽ നിന്ന് മാറി വന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളും സമാനമായ ശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് നേതൃത്വം നൽകിയ ജോൺ കാൽവിൻ തന്റെ ദൈവശാസ്ത്ര നിലപാടുകളെ എതിർത്ത മൈക്കൽ സെർവറ്റസ് എന്ന ശാസ്ത്രജ്ഞനെ ജനീവയിൽ വെച്ച് ജീവനോടെ കത്തിച്ചു കൊല്ലാൻ അനുമതി നൽകിയത് ഇതിനൊരു ഉദാഹരണമാണ്. 18-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ നവോത്ഥാനവും മതവും ഭരണകൂടവും തമ്മിൽ വേർപിരിഞ്ഞതും മൂലം ക്രിസ്ത്യൻ സഭകൾക്ക് സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടു. ഇന്ന് ലോകത്തിലെ ഒരു ഔദ്യോഗിക ക്രിസ്ത്യൻ സഭയും മതം മാറുന്നവർക്കോ സഭാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കോ മരണശിക്ഷയോ മറ്റു ശാരീരിക ശിക്ഷകളോ വിധിക്കുന്നില്ല. മതം മാറിയാൽ സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന ആത്മീയമായ നടപടി മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. പുരാതന ഭാരതത്തിലെ സാമൂഹിക നിയമ സംഹിതകളായ ധർമ്മശാസ്ത്രങ്ങൾ പരിശോധിച്ചാൽ വേദങ്ങളെ തള്ളിക്കളയുന്നവരെയും സാമൂഹിക വ്യവസ്ഥ ലംഘിക്കുന്നവരെയും എങ്ങനെയാണ് കണ്ടിരുന്നതെന്നും അവർക്കുള്ള ശിക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്നും വ്യക്തമാകും. ഈശ്വരനിലോ വേദങ്ങളുടെ ആധികാരികതയിലോ വിശ്വസിക്കാത്തവരെ പൊതുവെ നാസ്തികർ എന്നാണ് വിളിച്ചിരുന്നത്. പുരാതന ഭാരതത്തിൽ ചർവാകം, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ നാസ്തിക ദർശനങ്ങൾ സ്വതന്ത്രമായി നിലനിന്നിരുന്നു. എന്നാൽ ഇതിൽ വേദങ്ങളെ പരസ്യമായി നിന്ദിക്കുന്നവർക്കെതിരെ നിയമഗ്രന്ഥത്തിൽ കടുത്ത പരാമർശങ്ങളുണ്ട്. പരമ്പരാഗത ഹൈന്ദവ നിയമപ്രകാരം വേദനിന്ദക്കോ മതം മാറുന്നതിനോ ഭ്രഷ്ട് അഥവാ ജാതിയിൽ നിന്ന് സമൂഹത്തിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു പ്രധാന ശിക്ഷ. അക്കാലത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണത്തെക്കാൾ ഭയാനകമായിരുന്നു സാമൂഹികമായ ഈ ഒറ്റപ്പെടുത്തൽ. ഭരണാധികാരിയായ രാജാവിന്റെ കടമ വർണ്ണാശ്രമ ധർമ്മം സംരക്ഷിക്കുക എന്നതായിരുന്നു. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് പിഴ, ചാട്ടവാർ അടി, തടവ്, നാടുകടത്തൽ എന്നിവ ശിക്ഷയായി നൽകിയിരുന്നു. സാമൂഹിക വ്യവസ്ഥയെയും വേദങ്ങളെയും വെല്ലുവിളിക്കുന്നവർക്ക് സാമൂഹിക ബഹിഷ്കരണവും കടുത്ത ശാരീരിക സാമ്പത്തിക ശിക്ഷകളും അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണാം. ചുരുക്കത്തിൽ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ അധികാരവും ഭരണവും കൈയാളിയപ്പോൾ പ്രമുഖ മതങ്ങളെല്ലാം തന്നെ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെ കഠിനമായി ശിക്ഷിച്ചിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. ഇനി ആരിഫിന്റെ ജിസിയ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചരിത്രപരമായി ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചിരുന്ന മുസ്ലിം ഇതര പൗരന്മാർ ജിസിയ എന്ന പേരിൽ ഒരു പ്രത്യേക നികുതി നൽകണമായിരുന്നു. എന്നാൽ ഈ നികുതിയുടെ സ്വഭാവം, അത് വാങ്ങാനുള്ള കാരണം, അതിൽ നിന്ന് ആർക്കൊക്കെയാണ് ഇളവ് നൽകിയിരുന്നത് എന്നതിനെക്കുറിച്ച് ചരിത്രപരമായ ചില വസ്തുതകളുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന യഹൂദർ, ക്രിസ്ത്യാനികൾ, സൗരാഷ്ട്രീയന്മാർ തുടങ്ങിയ മുസ്ലിം ഇതര മതസ്ഥർ നൽകേണ്ടിയിരുന്ന വാർഷിക വ്യക്തിഗത നികുതിയായിരുന്നു ജിസിയ. ഇസ്ലാമിക ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും അന്ന് ജിസിയ നികുതി ഏർപ്പെടുത്തിയതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് ഇസ്ലാമിക രാജ്യത്തെ മുസ്ലിം പുരുഷന്മാർക്കെല്ലാം നിർബന്ധിതമായ സൈനിക സേവനം ഉണ്ടായിരുന്നു. എന്നാൽ മുസ്ലിം അല്ലാത്ത പൗരന്മാരെ
യുദ്ധത്തിന് പോകാൻ നിർബന്ധിച്ചിരുന്നില്ല. അവർക്ക് സൈനിക സേവനത്തിൽ നിന്ന് ഇളവ് നൽകുന്നതിന് പകരമായാണ് ജിസിയ ഈടാക്കിയിരുന്നതത്രേ. ജിസിയ നൽകുന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകാൻ ഇസ്ലാമിക ഭരണകൂടം ബാധ്യസ്ഥരായിരുന്നു. ഭരണകൂടത്തിന് ഇവർക്ക് സുരക്ഷ നൽകാൻ സാധിക്കാതെ വന്ന ചരിത്ര സന്ദർഭങ്ങളിൽ വാങ്ങിയ ജിസിയ പണം തിരികെ നൽകിയ സംഭവങ്ങളും ചരിത്രത്തിലുണ്ട് എന്നത് അതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിങ്ങളല്ലാത്ത എല്ലാ പൗരന്മാരും ജിസിയ നൽകേണ്ടതില്ലായിരുന്നു. സമൂഹത്തിലെ സാമ്പത്തികമായി ശേഷിയുള്ള ആരോഗ്യവാന്മാരായ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ഇത് ബാധകമായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായവർ, രോഗികൾ, അംഗവൈകല്യമുള്ളവർ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവർ, ദരിദ്രർ, സന്യാസിമാരും പുരോഹിതന്മാരും എല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരായിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാർ ജിസിയ നൽകുമ്പോൾ രാജ്യത്തെ മുസ്ലിം പൗരന്മാർ തങ്ങളുടെ സമ്പത്തിന്റെ 2.5% സക്കാത്ത് എന്ന പേരിൽ നിർബന്ധിത നികുതിയായി ഭരണകൂടത്തിന് നൽകണമായിരുന്നു. ഇന്നത്തെ ലോകത്ത് ഒരു ഔദ്യോഗിക മുസ്ലിം രാജ്യങ്ങളിലും ജിസിയ നികുതി സമ്പ്രദായം നിലവിലില്ല. 19-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യം തങ്ങളുടെ നിയമങ്ങൾ പരിഷ്കരിച്ചതോടെയാണ് ഔദ്യോഗികമായി ജിസിയ നികുതി നിർത്തലാക്കിയത്. ആധുനിക രാജ്യങ്ങളെല്ലാം തങ്ങളുടെ പൗരന്മാരെ മതഭേദമന്യേ തുല്യരായി കാണുന്ന പൗരത്വം എന്ന സങ്കല്പത്തിലേക്ക് മാറുകയും എല്ലാവർക്കും തുല്യമായ ആധുനിക നികുതി വ്യവസ്ഥകൾ നടപ്പിലാക്കുകയും ചെയ്തു. ജിസിയക്ക് മറ്റ് ചരിത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ചരിത്രത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ, ജൂത, റോമൻ, ചൈനീസ്, പേർഷ്യൻ തുടങ്ങിയ നിരവധി ഇസ്ലാമികമല്ലാത്ത രാജ്യങ്ങളും അവരുടെ ഭരണത്തിന് കീഴിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് മേൽ പ്രത്യേക നികുതികൾ ചുമത്തിയിരുന്നു. അതിൽ പ്രമുഖമായ ചില ഉദാഹരണങ്ങൾ നോക്കാം. യൂറോപ്പിലെ ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ ജൂതന്മാർക്കെതിരെ ചുമത്തിയ നികുതിയാണ് ഒന്ന്. മധ്യകാലഘട്ടത്തിലും അതിനുശേഷവും യൂറോപ്പിലെ ഭൂരിഭാഗം ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ജീവിച്ചിരുന്ന ജൂതന്മാർ കടുത്ത വിവേചനങ്ങൾക്ക് ഇരയായിരുന്നു. അവർക്കായി പ്രത്യേക നികുതികൾ ഏർപ്പെടുത്തിയിരുന്നു. ജർമ്മനിയിലും വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിലും ജൂതന്മാർ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവരിൽ നിന്ന് ശരീര നികുതി അഥവാ ബോഡി ടാക്സ് ഈടാക്കിയിരുന്നു. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജൂതന്മാർ സ്വന്തം മതസ്ഥരല്ലെങ്കിൽ പോലും പ്രാദേശിക ക്രിസ്ത്യൻ പള്ളികളുടെ പരിപാലനത്തിനായി പ്രത്യേക നികുതി നൽകാൻ നിർബന്ധിതരായിരുന്നു. ജൂതന്മാർക്ക് പല പ്രമുഖ തൊഴിലുകളും നിഷേധിക്കപ്പെട്ടിരുന്നു. അവർ ചെയ്യുന്ന പ്രത്യേക വ്യാപാരങ്ങൾക്ക് ക്രിസ്ത്യാനികളെക്കാൾ ഉയർന്ന നികുതി ചുമത്തിയിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ ഫിസ്കസ് ജുഡായിക്കസ് എന്നത് മറ്റൊരു സമ്പ്രദായമായിരുന്നു. AD 70-ൽ ജെറുസലേമിലെ ജൂതന്മാരുടെ പവിത്രമായ ദേവാലയം റോമൻ സൈന്യം തകർത്തതിനു ശേഷം റോമൻ ചക്രവർത്തിയായ വെസ്പാസിയൻ ഏർപ്പെടുത്തിയ നികുതിയാണിത്. റോമൻ സാമ്രാജ്യത്തിലെ എല്ലാ ജൂതന്മാരും തങ്ങളുടെ ദേവാലയത്തിലേക്ക് നൽകിയിരുന്ന പണം ഇനി മുതൽ റോമിലെ ജൂപ്പിറ്റർ എന്ന റോമൻ ദൈവത്തിന്റെ ക്ഷേത്രത്തിലേക്ക് നികുതിയായി നൽകണം എന്നതായിരുന്നു ഈ നിയമം. ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് പേർഷ്യ ഭരിച്ചിരുന്ന സസാനിയൻ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതം സൗരാഷ്ട്രിയൻ മതമായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മേൽ ഭരണകൂടം കടുത്ത തലവരി പണം ചുമത്തിയിരുന്നു. പുരാതന ചൈനയിലെ ബുദ്ധമത വിരുദ്ധ നികുതികളാണ് മറ്റൊന്ന്. ചൈനയിലെ ടാങ് രാജവംശത്തിന്റെ കാലത്ത്, പ്രത്യേകിച്ച് AD 845-ൽ നടന്ന ഗ്രേറ്റ് ആന്റി ബുദ്ധിസ്റ്റ് പെർസിക്യൂഷൻ സമയത്ത് ഔദ്യോഗിക ദർശനമായ കൺഫ്യൂഷൻ ആശയങ്ങൾക്ക് വിരുദ്ധമായി വളർന്നു വന്ന ബുദ്ധമതത്തെ അടിച്ചമർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചു. ബുദ്ധ സന്യാസിമാർക്കും മഠങ്ങൾക്കും മേൽ കടുത്ത നികുതികൾ ചുമത്തുകയും നികുതി അടയ്ക്കാൻ കഴിയാത്ത മഠങ്ങൾ കണ്ടുകെട്ടുകയും സന്യാസിമാരെ നിർബന്ധിതമായി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരിൽ നിന്ന് വിവേചനപരമായ പ്രത്യേക നികുതികൾ ഈടാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. എങ്കിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ചർച്ച് ടാക്സ് എന്നൊരു സംവിധാനമുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സഭയിൽ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൗരന്മാർ അവരുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം പള്ളിയുടെ നടത്തിപ്പിലേക്ക് നികുതിയായി നൽകണം. ആ മതം ഉപേക്ഷിക്കുന്നവർക്ക് ഈ നികുതിയിൽ നിന്ന് നിയമപരമായി ഒഴിവാകാനും സാധിക്കും. പണം ഗവൺമെന്റ് പിരിച്ചെടുത്ത് പള്ളികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ, നികുതി ഉപയോഗിച്ച് മറ്റ് മതവിഭാഗങ്ങളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന രീതി ചരിത്രത്തിൽ ഒട്ടുമിക്ക പ്രമുഖ സാമ്രാജ്യങ്ങളും തങ്ങളുടെ അധികാരകാലത്ത് പ്രയോഗിച്ചിട്ടുള്ള ഒന്നാണ്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കക്ക് പണം നൽകുന്നതും വലിയ തുകക്ക് ആയുധങ്ങൾ വാങ്ങുന്നതും ചരിത്രത്തിലെ ജിസിയയോടോ അല്ലെങ്കിൽ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഈടാക്കിയിരുന്ന സുരക്ഷാ നികുതികളോടോ സമാനമായ ചില വശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനെ ആധുനിക ജിസിയ എന്ന് നമുക്ക് വിളിക്കാം? ചരിത്രത്തിൽ ജിസിയ നൽകിയിരുന്നത് സൈനിക സേവനത്തിൽ നിന്ന് ഇളവ് നേടാനും ഭരണകൂടത്തിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനുമായിരുന്നു. സമാനമായി ഗൾഫ് രാജ്യങ്ങൾ, ഉദാഹരണത്തിന് സൗദി അറേബ്യ, UAE, കുവൈത്ത് പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഭീഷണി ചെറുക്കാൻ
അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ ആശ്രയിക്കുകയും അതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻ ഭരണകാലത്ത് പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട്: ഞങ്ങളുടെ സംരക്ഷണം ഇല്ലെങ്കിൽ ഗൾഫ് ഭരണാധികാരികൾക്ക് 2 ആഴ്ച പോലും അധികാരത്തിൽ തുടരാനാകില്ല. അതിന് അവർ കൃത്യമായി പണം നൽകിയേ പറ്റൂ. ഇത് ചരിത്രത്തിലെ വലിയ സാമ്രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളോട് അല്ലെങ്കിൽ കീഴ്പ്പെട്ട പൗരന്മാരോട് നികുതി ആവശ്യപ്പെടുന്നതിന് സമാനമായ ഒരു കാര്യം തന്നെയാണ്. നേരിട്ട് നികുതി പണമായി അമേരിക്കയ്ക്ക് ക്യാഷ് നൽകുന്നതിന് പുറമെ ശതകോടികളുടെ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നതും അമേരിക്കൻ സൈനിക താവളങ്ങളുടെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നതും അമേരിക്കൻ കമ്പനികളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതും തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ സുരക്ഷാ പണം പരോക്ഷമായി നൽകുന്നത്. ചുരുക്കത്തിൽ രൂപത്തിലും ഭാവത്തിലും ഇന്ന് ചരിത്രത്തിലെ പഴയ സുരക്ഷാ നികുതി സമ്പ്രദായത്തിന്റെ ആധുനികവും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടതുമായ പതിപ്പ് തന്നെയാണ്. ഭരണകൂടങ്ങൾ മാറുകയും യുഗങ്ങൾ മാറുകയും ചെയ്തെങ്കിലും ശക്തനായവൻ പണത്തിന് പകരം ദുർബലന് സുരക്ഷ നൽകുക എന്ന അധികാര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന നിയമം ഇന്നും ലോകത്ത് അതേപടി തുടരുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാവും. യഥാർത്ഥത്തിൽ മതങ്ങളെല്ലാം അത് നിലനിൽക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ച് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സമ്പ്രദായങ്ങളിലൂടെ നിലനിന്നിരുന്നു എന്നത് ആധുനിക കാലഘട്ടവുമായി താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ പ്രായോഗികമായ രീതിയിലേക്ക് വിശ്വാസികൾക്ക് മാറാൻ കഴിയുന്നുണ്ടോ എന്നതിന് മാത്രമേ പ്രസക്തിയുള്ളൂ.